അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 104-ാമത്തെ പേജിൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്ന ആ ബോക്സിൽ തന്നിരിക്കുന്ന പാഠഭാഗത്തിൻ്റെ ആ നട്ടെല്ലിൻ്റെ പടങ്ങളും തന്നിട്ടുണ്ട്, വെർട്ടിബ്രേറ്റിൻ്റെ പടവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വെർട്ടിബ്രയുടെ പടവും തന്നിട്ടുണ്ട്. അതിനകത്ത് അവസാനത്തെ ഭാഗം അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ടത് വാട്ട് ഈസ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ചോദ്യമാണ്. എന്താണ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊലാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുക എന്ന് പറയും. ഡിസ്ക് തെറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണ പറയാറുള്ള ഒരു സംഗതിയാണ്. ദ വെയറിംഗ് ഓഫ് ദ വെർട്ടിബ്രേറ്റ്, സഡൻ ഷോക്ക്, വെയറിംഗ് ഓഫ് ദ vertebrae, sudden shock and continuous strain on the vertebral column can cause bulging out of the gel-like part inside the intervertebral disc. This condition is called disc prolapse എന്ന് പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി അത് മലയാളത്തിൽ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾക്ക് കശേരുക്കളുടെ തേയ്മാനം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആഘാതം, നട്ടലിൽ ആവർത്തിച്ചുണ്ടാകുന്ന ആയാസം എന്നിവ മൂലം ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിൻ്റെ ഉൾഭാഗത്തെ ജെല്ല് പോലുള്ള ഭാഗം പുറത്തേക്ക് തള്ളാനിടവരും. ഈ അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ക് തെറ്റൽ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതൊന്ന് കൃത്യമായിട്ട് പറയാം. വെയറിംഗ് ഓഫ് ദ വെർട്ടിബ്രേറ്റ്, അതായത് നട്ടലിലുണ്ടാകുന്ന ആ തേയ്മാനം സംഭവിക്കും, അല്ലെങ്കിൽ സഡൻ ഷോക്ക് പെട്ടെന്നുള്ള ആഘാതം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രെയിൻ തുടർച്ചയായിട്ടുള്ള ആ പ്രവർത്തനം മൂലം എന്ത് ചെയ്യുന്നു? ഓൺ വെർട്ടിബ്രൽ കോളം ക്യാൻ കോസ് ബൾജിങ് ഔട്ട് ഓഫ്, ആ വെർട്ടിബ്രൽ കോളത്തിൽ എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ നട്ടലിൽ എന്ത് സംഭവിക്കാം? ബൾജിങ് ഔട്ട്, അതായത് പുറത്തേക്ക് തള്ളി വരാം. എന്താണ്? ജെല്ല് ലൈക്ക് പാർട്ട്. ആ ജെല്ല് ലൈക്ക് പാർട്ട് എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ പേര് പ്രീവിയസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ന്യൂക്ലിയസ് പൾപ്പസ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അത് പുറത്തേക്ക് തള്ളി വരാം. ഇൻസൈഡ് ഓഫ് ദ വെർട്ടിബ്രൽ ഡിസ്ക്, ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്, അതായത് ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിനകത്തുള്ള ആ ജെല്ലി പോലെയുള്ള സാധനം പുറത്തേക്ക് തള്ളി വരാം. അതിന് കാരണം എന്തൊക്കെല്ലാമാണ്? കാരണങ്ങളായിട്ട് വരാനുള്ള സാധനം ഒന്നുകിൽ ആ നട്ടലിനുണ്ടാകുന്ന തേയ്മാനമായിരിക്കാം, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അതിൽ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ആഘാതമായിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും കാരണത്താൽ ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിനകത്തുള്ള ആ ജെല്ല് പുറത്തേക്ക് തള്ളി വരുന്ന കണ്ടീഷനാണ് എന്ത് പറയുന്നത്? ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഐ സപ്പോസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി 167-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ഡിസ്ക് പ്രൊലാപ്സ്? എന്താണ് ഡിസ്ക് പ്രൊലാപ്സിൻ്റെ പരിണിത ഫലം അല്ലെങ്കിൽ കോൺസിക്വൻസ് എന്നാണ് ചോദിക്കുന്നത്. ദ വെയറിംഗ് ഓഫ് ദ വെർട്ടിബ്രേറ്റ്, അതായത് നട്ടലിൻ്റെ തേയ്മാനം, സഡൻ ഷോക്ക് പെട്ടെന്നുള്ള ആഘാതം, കണ്ടിന്യൂസ് സ്ട്രെയിൻ തുടർച്ചയായിട്ടുണ്ടാകുന്ന പ്രവർത്തന ഫലം, ഓൺ ദ വെർട്ടിബ്രൽ കോളം, ഇവയെല്ലാം എന്ത് ചെയ്യും? വെർട്ടിബ്രൽ കോളത്തിന് ക്യാൻ കോസ് ബൾജിങ് ഔട്ട് ഓഫ് ദ ജെൽ ലൈക്ക് പാർട്ട് ഇൻസൈഡ് ദ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്. ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിൻ്റെ ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിന് അകത്തുള്ള ആ ജെല്ല് പുറത്തേക്ക് തള്ളി വരുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വാട്ട് ഈസ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് ചോദിച്ചാൽ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇത്രയും ഭാഗം എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യത്തിൽ അവിടെ മുതലാണ് ആ 166-ാമത്തെ ചോദ്യം വാട്ട് ഈസ് ഡിസ്ക് പ്രൊലാപ്സ് എന്നുള്ളതിൻ്റെ ആ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചാൽ രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് കോൺസിക്വൻസ് എഴുതാൻ പോകുന്നത്. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഡിസ്ക് പ്രൊലാപ്സ്. ഓക്കെ, ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നു? ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നു. ദിസ് ബൾജിങ് കോസ് പ്രഷർ ഇൻ ദ സ്പൈനൽ നെർവ്. ഇനി ഇതിൻ്റെ പരിണിതഫലം എന്താണ്? ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് എന്ത് ചെയ്യുന്നു? പ്രഷർ നൽകുന്നു. എവിടെയാണ്? സ്പൈനൽ നെർവിനകത്ത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ് ചെയ്യുന്നത്? ഈ തള്ളൽ എന്ത് പറ്റുന്നു? സ്പൈനൽ നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സുഷ്മനാ നാഡികളിൽ എന്ത് ചെയ്യുന്നു? പ്രഷർ ചെലുത്തുന്നു, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അപ്പം ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നെർവ്സ്, ഇറ്റ് റിസൾട്ട് ഇൻ നംബ്നെസ്. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരുതരം മരവിപ്പ് നൽകുന്നു. ആൻഡ് പെയിൻ, അതുപോലെ തന്നെ വേദന നൽകുന്നു. ഇൻ ദ ബോഡി പാർട്സ്, നമ്മളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന നൽകുന്നു. അതായത് സ്പൈനൽ നെർവിലേക്ക് അല്ലെങ്കിൽ സുഷുമ്നാ നാഡികളിലേക്ക് ഈ ബൾജ് ഔട്ട് ചെയ്തു വരുന്ന ജെല്ലി പോലെയുള്ള ഭാഗം പ്രസ് ചെയ്യുമ്പോഴാണ് നമ്പനസ് നൽകുന്നത്. ഇഫ് ഇറ്റ് അഗ്രവേറ്റ്സ്, ഇത് കൂടി വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ കോസ് സിവിയർ ബാക്ക് പെയിൻ. ഇതെന്ത് സംഭവിക്കും? സിവിയർ, അതായത് വളരെ ശക്തമായിട്ടുള്ള ബാക്ക് പെയിൻ സംഭവിക്കാൻ, അല്ലെങ്കിൽ നടുവേദനയ്ക്ക് അല്ലെങ്കിൽ പുറം വേദനയ്ക്ക്
കാരണമായി തീരും. പിന്നെയാണ് വീക്കനിങ് ഓഫ് ദ ലെഗ് ആൻഡ് ലൂസ് ഓഫ് സെൻസേഷൻ, അതായത് നമുക്ക് ലെഗുകൾക്ക് എന്ത് ചെയ്യുന്നു, ശക്തി ക്ഷയിക്കുന്നതായിട്ട് സംഭവിക്കും. ലൂസ് ഓഫ് സെൻസേഷൻ നഷ്ടപ്പെടും. ദിസ് സിറ്റുവേഷൻ റിക്വയർസ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഒരു മെഡിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടത് ആവശ്യമാണ്. ഇനി 168ാമത്തെ ചോദ്യം, അതായത് ഇലിസ്ട്രേഷൻ 4.10 ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ഷോൺ ഇൻ ദ പിക്ചേഴ്സ്. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ആ പേജ് നമ്പർ നിങ്ങളൊന്ന് നോക്കിക്കേ. പേജ് നമ്പർ 105ാമത്തെ പേജിലാണ് നമുക്ക് തന്നിരിക്കുന്ന ചില ഫസ്റ്റ് എയ്ഡ് കണ്ടീഷനുകൾ തന്നിട്ടുണ്ട്. അവയെല്ലാം നമ്മളോട് സിറ്റുവേഷൻ പറയുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, സ്ലിംഗ് ആണ്. സ്ലിങ്ങിൻ്റെ ഉപയോഗം എന്താണ്, സ്ലിങ്സ് ആർ ഓഫൺ യൂസ്ഡ് വെൻ വി ഹാവ് എ ബ്രോക്കൺ അല്ലെങ്കിൽ ഫ്രാക്ചേർഡ് ഓർ ഡിസ്ലൊക്കേഷൻ ആം, എൽബോ, കോളർ ബോൺ ഓർ ഷോൾഡർ. അതായത് കോളർ ബോണിനോ എൽബോയ്ക്കോ കാലിൻ്റെ കൈകൾക്കോ എവിടെയെങ്കിലും ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുകയോ ചെറുതായിട്ടൊരു ഫ്രാക്ചർ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് സ്ലിംഗ് ഉപയോഗിക്കുന്നത്. സ്പ്ലിൻറ്റ്, എവിടെയാണ് സ്പ്ലിൻറ്റ് ഉപയോഗിക്കുന്നത്, സ്പ്ലിൻറ്റ് ഹോൾസ് ദ ബോൺസ് ആൻഡ് ജോയിൻസ് ഇൻ പ്ലേസ്. അതായത് സ്പ്ലിൻറ്റ് ബോണുകളെയും ജോയിൻറ്റുകളെയും അതാത് പ്ലേസിൽ നിൽക്കുന്നു. സോ ദേ ക്യാൻ ഹീൽ ആഫ്റ്റർ എ ഫ്രാക്ചർ ഓർ ബ്രോക്കൺ ബോൺ ഓർ ഇഞ്ചുറി ഓർ എ സർജറി. ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം അവയെ അങ്ങനെ കൃത്യമായിട്ട് ജോയിൻറ്റുകളെയും ബ്രോക്കൺ ബോണുകളെയും അതിൻ്റെ സ്ഥലത്ത് വെച്ച് അതിനെ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ രോഗത്തിൽ നിന്നും മുക്തി നേടിത്തരുന്നു, അല്ലെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് പരിഹരിച്ച് തരുന്നു. പിന്നീട് തരുന്നത് മൂന്നാമതായിട്ട് കാണിച്ചിരിക്കുന്ന ബാൻഡേജ് ആണ്. ബാൻഡേജ് ഈസ് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് ഡ്രസ്സിങ് വെൻ ദെയർ ഈസ് എ വൂണ്ട് ഈസ് പ്രസൻറ്റ്. ഈ ബാൻഡേജ് എപ്പോഴാണ് കൊടുക്കുന്നത്, നമ്മളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോഴാണ് ബാൻഡേജ് ഇടുന്നത്. അതിന് മുൻപ് തന്നെ എന്ത് ചെയ്തിരിക്കും, ആ വൂണ്ട് ഒന്ന് ഡ്രസ്സ് ക്ലീൻ ചെയ്ത് അവിടെ ഔഷധം പരത്തിയതിന് ശേഷമായിരിക്കും നടത്തുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത്. മെഡിക്കൽ ഇമേജിനിങ് ടെക്നോളജി എന്ന് പറയും, അല്ലെങ്കിൽ ഇമേജിനിങ് ടെക്നോളജി എന്ന് പറയും. എന്താണ് ഈ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളിലേക്കാണ് പോകുന്നത്. 170ാമത്തെ ചോദ്യം, വാട്ട് ആർ സം യൂസസ് ഓഫ് എക്സ്റേ ടെക്നോളജി. എന്തൊക്കെയാണ് ഈ എക്സ്റേ ടെക്നോളജിയുടെ ചില ഗുണങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റേ ടെക്നോളജി ഹാസ് ബീൻ വൈഡ്ലി യൂസ്ഡ് ഫോർ ദ അക്യുറേറ്റ് ഡിറ്റക്ഷൻ ഓഫ് ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ, ടേർംസ് ആൻഡ് അതർ ബോൺ ഡാമേജസ്. അതായത് എക്സ്റേ ടെക്നോളജി എന്തിനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒടിവുകൾ കണ്ടെത്താൻ, സ്ഥാനഭ്രംശങ്ങൾ കണ്ടെത്താൻ, മുഴവുകൾ കണ്ടെത്താൻ, അസ്ഥികളെ ബാധിക്കുന്ന മറ്റ് തകരാറുകളുണ്ടെങ്കിൽ അവയെ എല്ലാം കണ്ടെത്തുവാനും അവയുടെ കൃത്യമായ സ്ഥലം കൃത്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സ്റേ ടെക്നോളജി ഉപയോഗിക്കുന്നത്. അതായത് ട്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴകൾ എന്നാണ്, ഡിസ്ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനചലനം എന്നാണ്, ഫ്രാക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവയെല്ലാം കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി 171ാമത്തെ ചോദ്യം, റൈറ്റ് സം ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നിക്ക് ഫോർ ഡയോഗ്നോസിസ്. അതായത് രോഗങ്ങളെ കണ്ടെത്തുവാനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജികളായിട്ടുള്ള കുറച്ച് ടെക്നോളജികളുടെ പേര് പറയുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതിൽ ഉൾപ്പെടുന്ന ടെക്നോളജികളാണ്? മെഡിക്കൽ ഇമേജ് ടെക്നോളജി, ഏറ്റവും പുതിയതായിട്ടുള്ളവ. ഓക്കെ, അൾട്രാസൗണ്ട് സ്കാനിങ്, മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിനിങ് അതായത് MRI ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി, CT സ്കാൻ, ഇവയെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളാണ്. ഇനി 172ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ടെക്നോളജീസ് കം അണ്ടർ മെഡിക്കൽ ഇമേജിനിങ് ടെക്നോളജി. ഏതെല്ലാം ടെക്നോളജികളാണ് മെഡിക്കൽ ഇമേജിനിങ് ടെക്നോളജിയുടെ കൂട്ടത്തിൽ വരുന്ന ചില ടെക്നോളജികളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്റേ ടെക്നോളജി, അൾട്രാസൗണ്ട് സ്കാനിങ്, മാഗ്നറ്റിക് റിസോണിംഗ് ഇമേജിംഗ് MRI സ്കാനിങ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി CT സ്കാൻ ആർ ഇൻ മെഡിക്കൽ സയൻസ് നോൺ ആസ് മെഡിക്കൽ ഇമേജിനിങ് ടെക്നോളജി. ഇവയെല്ലാമാണ് എന്ത് ചെയ്യുന്നത്, മെഡിക്കൽ ഇമേജിനിങ് ടെക്നോളജി എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, എല്ലാവരും ഉടനെ തന്നെ ഇതിൽ തന്നിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹാർഡ് കോപ്പി അവിടെ എത്തിക്കുവാനുള്ള പ്രവൃത്തി നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു.